ഒരു ചെറിയ കഥയുണ്ട്. ഒരു ഗ്രാമത്തിൽ ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളോട് ചോദിച്ചു, നിങ്ങൾ വളർന്നാൽ എന്താകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒരാൾ പറഞ്ഞു ഡോക്ടർ ആവണം, മറ്റൊരാൾ പറഞ്ഞു എഞ്ചിനീയർ ആവണം. പക്ഷെ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞാൻ വളർന്നാലും ഒരു കുട്ടിയാവണം. എല്ലാവരും ചിരിച്ചു. പക്ഷെ അധ്യാപകൻ പറഞ്ഞു, അവൻ പറഞ്ഞത് ശരിയാണ്. കാരണം ബാല്യത്തിന്റെ മനസ്സ് നഷ്ടപ്പെടാതെ ഇരിക്കുന്നത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. കൈവിളക്കുകൾ, ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ തെളിയുന്നത് ഒരു പ്രതീക്ഷയുടെ പ്രകാശമാണ്, ഒരു പുതിയ നാളത്തിന്റെ തുടക്കമാണ്. ബാല്യകാലം അതുപോലെയാണ്. ചെറുപ്രായത്തിലെ കുഞ്ഞുങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ചിരി എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രകാശം വിതയ്ക്കുന്ന കൈവിളക്കുകൾ തന്നെയാണ്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ഒരു ചെറിയ കുഞ്ഞ് ഒരു പൂവ് കണ്ടാൽ അതിൽ ആനന്ദിക്കുന്നു, ഒരു പക്ഷിയുടെ ചിറകിൽ അത്ഭുതപ്പെടുന്നുണ്ട്, മഴത്തുള്ളികൾ കണ്ടാൽ ചിരിക്കുന്നുണ്ട്. ആ നിമിഷങ്ങൾ തന്നെയാണ് ജീവിതത്തിന്റെ യഥാർത്ഥ സൗന്ദര്യമെന്ന് പറയുന്നത്. അതുതന്നെയാണ് ബാല്യത്തിന്റെ പ്രകാശവും. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് ആ കൈവിളക്കുകൾ വീണ്ടും തെളിയിക്കുക. ഒരു കുട്ടിയുടെ മുഖത്ത് പ്രതീക്ഷയുടെ ചിരി തെളിയിക്കുക. അവരിലുള്ള ബാല്യത സംരക്ഷിക്കുക. ഓരോ രക്ഷിതാവും അധ്യാപകരും സമൂഹവും ചേർന്ന് കുട്ടികൾക്ക് സ്നേഹത്തിന്റെ, സുരക്ഷയുടെ, സ്വപ്നങ്ങളുടെ, സ്വാതന്ത്ര്യത്തിന്റെ അന്തരീക്ഷം നൽകണം. കൈവിളക്കുകൾ കെടുത്തരുത്. അവയാണ് നാളെയുടെ സമൂഹം തെളിയിക്കുന്ന പ്രകാശം. ഓരോ കുരുന്നും ഒരു കൈവിളക്കാണ്. സംരക്ഷിക്കുക, പ്രോത്സാഹിപ്പിക്കുക, സ്വപ്നം കാണാൻ പഠിപ്പിക്കുക. നമുക്ക് ചുറ്റുമുള്ള ബാല്യങ്ങളെ സംരക്ഷിക്കുമ്പോൾ നമ്മുടെ ലോകം പ്രകാശിതമാകും. അവരാണ് നമ്മുടെ പ്രതീക്ഷയുടെ കൈവിളക്കുകൾ. അവരിലൂടെ മാത്രമാണ് നമുക്ക് നല്ല നാളെയിലേക്ക് പോകുവാൻ കഴിയുക.